ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബസ് വാങ്ങുന്നതിന് വേണ്ടി MLA ഫണ്ട് അനുവദിച്ചു. എന്നാൽ അതിൻ്റെ ഭരണാനുമതി കിട്ടാൻ വൈകിയപ്പോൾ ബസ്സിൻ്റെ വില വർദ്ധിച്ചു. പിന്നീട് രക്ഷിതാക്കളിൽ നിന്ന് പണം പിരിച്ച് 4 ലക്ഷം കൂടി അധികമായി പിരിച്ച് ആ ഫണ്ട് മടയ്ക്കാൻ സ്കൂൾ അധികൃതർ തയ്യാറായി. പക്ഷേ പിന്നീട് ബസ്സിൻ്റെ കമ്പനി ഉടമകൾ പറഞ്ഞു, അഡ്വാൻസായി തുക ലഭിക്കാതെ ഞങ്ങളൊരു ബസ്സും കൊടുക്കില്ല. ഇത് പൊതുവായ കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളും ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ അഡ്വാൻസായി തുക കൊടുക്കാൻ അനുമതിയുണ്ട്, ഗവൺമെൻറ് ഉത്തരവുണ്ട്, പക്ഷേ ഫണ്ടില്ല എന്നതാണ് മറുപടി നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയം, പാവപ്പെട്ടവരുടെ മക്കൾ മാത്രം പഠിക്കുന്ന വിദ്യാലയം, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയം. അവർക്ക് അനുവദിച്ച ഈ ബസ് എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ അവർക്ക് അഡ്വാൻസ് തുക കൊടുക്കുന്നതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കണം. അതിന് ധനകാര്യ വകുപ്പിൽ നിന്ന് സഹായമുണ്ടാവണം എന്നതാണ് സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. മിനിസ്റ്റർ പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ശ്രീ KD പ്രൊഫസർ MLA പറഞ്ഞ ആവശ്യം വളരെ പല MLA-മാരുടെ ഭാഗത്തുനിന്ന് വരുന്നതാണ് സാർ. അതുകൊണ്ട് ഇത് ഒന്ന് പൂർണ്ണമായി വായിക്കുന്നതാണ് സാർ നന്നാവുക. സാർ, 2023-24 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വാഹനം വാങ്ങുന്നതിന് ഉത്തരവ് പ്രകാരം പ്രത്യേക അനുമതി പുറപ്പെടുവിച്ചിരുന്നു. അതിന് പ്രകാരം 22/8/2024 കത്ത് പ്രകാരം ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി. എന്നാൽ 24-25 സാമ്പത്തിക വർഷം വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശേഷം 25/3/2025 തീയതിയിൽ അധിക തുക ഉൾപ്പെടുത്തി ADC നമ്പർ പ്രകാരം ജില്ലാ കളക്ടർ ഭരണാനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനമായതിനാൽ തുക വിനിയോഗിക്കാതെ സറണ്ടർ ചെയ്തു. 25/7/2025 തീയതിയിലെ ഉത്തരവ് പ്രകാരം തുക റീഅലോട്ട്മെൻറ്റായി അനുവദിച്ച് നൽകിയിരുന്നു. ഈ തുക അനുവദിക്കാതെ ഭരണാനുമതി വീണ്ടും പുതുക്കിയതായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ തുക മാറുന്നതിന് പാലക്കാട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ട്രഷറിയിൽ ബിൽ സമർപ്പിച്ചിട്ടില്ല. ഈ തുക മാറുന്നതിനായി പാലക്കാട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ ട്രഷറിയിൽ ബിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. സർ, സർക്കാരിൽ നിന്നും 24-25, 25-26 കാലയളവിൽ കൃത്യസമയത്ത് തന്നെ ഫണ്ട് അലോട്ട്മെൻറ്റ് നൽകിയിരുന്നു. എങ്കിലും ഈ തുക കൃത്യമായി വിനിയോഗിക്കുന്നതിൽ വീഴ്ച വന്നതായി കാണുന്നു. 5/3/2025 തീയതിയിലെ ധനസർക്കുലർ പ്രകാരം സ്കൂൾ ബസ്സുകൾ വാങ്ങുന്നതിന് മുൻകൂർ തുക ബന്ധപ്പെട്ട വാഹന നിർമ്മാതാവിന് ഡീലർക്ക് അനുവദിക്കുന്നതിന് ധനവകുപ്പ് പൊതുവായ അനുമതി നൽകിയിട്ടുണ്ട് സാർ. 2024-25 സാമ്പത്തിക വർഷത്തിൽ MLA LAC ADS മുഖാന്തരം സർക്കാർ സ്കൂളിൽ വാഹനം വാങ്ങുന്നത് സംബന്ധിച്ച് ശീർഷകമായ നമ്പറിൽ 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. സാർ, 2024-25 സാമ്പത്തിക വർഷത്തിൽ ഈ ശീർഷകത്തിൽ വകയിരുത്തി നൽകിയ 10 കോടി രൂപയും അധിക തുകയായി അനുവദിച്ച 4,78,61,000 രൂപ ഉൾപ്പെടെ ആകെ 14,78,61,000 രൂപയിൽ 12,28,17,328 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം ബഡ്ജറ്റ് വിഹിതമായ നോൺ പ്ലാനിൽപ്പെട്ട 10 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രസ്തുത തുക പൂർണ്ണമായും വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 6,95,73,000 കോടി രൂപ അധിക ധനാനുമതി അനുവദിച്ചിരുന്നു. ആലത്തൂർ സ്കൂളിന് ഉൾപ്പെടെ മുഴുവൻ തുകയും അതത് DD-മാർക്ക് അലോട്ട്മെൻറ്റ് നൽകിയിട്ടുണ്ട്. MLA ആസ്തി വികസന പദ്ധതി പ്രകാരം പ്രത്യേക വികസന നിധി എന്നിവയിൽ നിന്നും വാഹനം വാങ്ങുന്ന ബില്ലുകൾക്ക് കാലതാമസം കൂടാതെ പേയ്മെൻറ്റ് നൽകുന്നതിനായി ബിൽ ഡിസ്കൗണ്ടിംഗ് സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കി നൽകിയിട്ടുണ്ട് സാർ. 2023-24-25 സാമ്പത്തിക വർഷങ്ങളിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വാഹനം വാങ്ങുന്നതിന് പുറപ്പെടുവിച്ച ഭരണാനുമതിയുടെ കാലാവധി 31/3/2026 വരെയായി പൊതുവായി ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാർ, ഇതിനകത്ത് ഈ പണം അനുവദിക്കാത്തതിന് പണം കിട്ടാത്തതിന് പ്രശ്നമില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പേപ്പർ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ തന്നെ ഈ സംഭവം സംബന്ധിച്ച് ഞാൻ ഫൈനാൻസ് സെക്രട്ടറിയായിട്ട് വീണ്ടും സംസാരിച്ചിരുന്നു. ഇതിന് പണത്തിൻ്റെ ഒരു കുറവ് വരില്ല. കാരണം MLA-മാർ അദ്ദേഹം മാത്രമല്ല, പല MLA-മാരും ഈ പ്രശ്നം ഉന്നയിക്കുന്നതാണ്. അഡ്വാൻസായി പണം കിട്ടിയാൽ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. സാർ, അങ്ങോട്ട് ശ്രദ്ധിക്കും, ഇവിടെ തിരിഞ്ഞെന്ന് പറയാതെ സമയം. അപ്പോൾ സാർ, ഈ കാര്യത്തിനകത്ത് സാമ്പത്തിക പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരില്ല സാർ. ഇപ്പോൾ 14 കോടി വീണ്ടും വെച്ചിട്ടുണ്ട്. കൃത്യമായി ബില്ല് സമർപ്പിക്കാനും വേണം, അഡ്വാൻസായി പണം കൊടുക്കുകയും ചെയ്യും സാർ. ഒരു പ്രശ്നമില്ല. സമരം ചെയ്യുന്നവരും അത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. സമരം ചെയ്തവരും ആ പേപ്പർ എഴുതാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്.